ഹായ് നമസ്കാരം മൈ ഡിയർ വ്യൂവേഴ്സ്. ഇന്ന് നമ്മളൊരു അക്കൗണ്ടിങ് ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അസറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ക്യാഷ് ഓർ എനി വാല്യുവബിൾസ് ഓൺഡ് ബൈ ദ ബിസിനസ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഓർ എനിത്തിങ് ബെനിഫിഷ്യൽ ടു ദി ഫ്യൂച്ചർ ഓപ്പറേഷൻസ് ഓഫ് ബിസിനസ് ക്യാൻ ബി ടേംഡ് ആസ് ആൻ അസറ്റ്. അതായത് നമ്മുടെ ബിസിനസ്സിനകത്ത് ക്യാഷായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൂല്യമുള്ള വസ്തുക്കളായിട്ടോ നമ്മൾ കൈവശം വെച്ചിരിക്കുന്ന സാധനങ്ങളെയാണ് അസറ്റുകളെന്ന് പറയുന്നത്. അവ ഫ്യൂച്ചറിൽ ഉപയോഗിക്കാൻ പറ്റുന്നവയും അതിലൂടെ ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യും. അസറ്റിന് കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാഷ്, മെഷീനറീസ്, ബിൽഡിങ്, ലാൻഡ്, ഫർണിച്ചർ, ഫിക്സ്റ്റേഴ്സ്, അക്കൗണ്ട്സ് റെസീവബിൾ, ഇവയെല്ലാം ഒരു ബിസിനസ്സിൻ്റെ അസറ്റാണ്. എന്ന് വെച്ചാൽ ബിസിനസ്സിൽ വാടകയ്ക്ക് എടുത്തു വച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും ബിസിനസ്സിൻ്റെ അസറ്റല്ല കേട്ടോ. കമ്പനിയുടെ ക്യാഷ് മുടക്കി ഒരു സാധനം വാങ്ങി ഉപയോഗിക്കുന്നെങ്കിൽ അത് അസറ്റാണ്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ആ കമ്പനിയുടെ ക്യാഷ് മുടക്കി ഒരു വെഹിക്കിൾ വാങ്ങിയാൽ ആ വെഹിക്കിൾ കമ്പനിയുടെ അസറ്റാണെന്ന് പറയാം. നേരെ മറിച്ച് ആ കമ്പനി ഒരു വെഹിക്കിൾ വാടകയ്ക്ക് എടുത്തിട്ട് മാസം ആ വെഹിക്കിളിന് റെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വെഹിക്കിൾ ഒരിക്കലും കമ്പനിയുടെ അസറ്റ് ആവില്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്യാഷ് ഓർ എനി വാല്യുവബിൾ ഓൺഡ് ബൈ ദ ബിസിനസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിസിനസ്സിൻ്റെ സ്വന്തമായുള്ള ക്യാഷോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാല്യുവബിൾസോ ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഓർ എനിത്തിങ് ബെനിഫിഷ്യൽ ടു ദി ഫ്യൂച്ചർ ഓപ്പറേഷൻ ഓഫ് ദ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ ഓപ്പറേഷൻസിന് വേണ്ടി എപ്പോൾ വേണമെങ്കിലും ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏതൊരു വസ്തുവും ആ ബിസിനസ്സിൻ്റെ അസറ്റാണെന്ന് നമുക്ക് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാഷ് കൊടുത്ത ഒരു കമ്പനി ഒരു വെഹിക്കിൾ വാങ്ങിയെന്നിരിക്കട്ടെ, ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ ആവശ്യത്തിന് വേണ്ടിയിട്ട് എപ്പോൾ വേണമെങ്കിലും ആ വെഹിക്കിൾ വിട്ട് നമുക്ക് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. അങ്ങനെയുള്ളവയാണ് ആ ബിസിനസ്സിൻ്റെ അസറ്റ് എന്ന് പറയുന്നത്. അസറ്റിന് എക്സാമ്പിൾസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മെഷീനറീസ് ഉണ്ട്, ബിൽഡിങ്, ലാൻഡ്, ഫർണിച്ചർ, ക്യാഷ്, അക്കൗണ്ട്സ് റെസീവബിൾസ്, ഇതെല്ലാം ആ ബിസിനസ്സിൻ്റെ അസറ്റാണെന്ന് പറയാം. ഇനി അസറ്റിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 2013 കമ്പനീസ് ആക്ടിൻ്റെ ഷെഡ്യൂൾ 3 പ്രകാരം അസറ്റിനെ 3 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഫിക്സഡ് അസറ്റ്, സെക്കൻഡ് വൺ കറണ്ട് അസറ്റ്, തേർഡ് വൺ ഫിക്റ്റീഷ്യസ് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ്സ് ആർ അസറ്റ്സ് വിച്ച് ആർ അക്വയർഡ് റിലേറ്റീവ്ലി ഫോർ എ ലോങ്ങർ പീരീഡ് ഫോർ ക്യാരിയിങ് ഓൺ ദി ബിസിനസ്. ഒരു ബിസിനസ് ഒരു അസറ്റ് വാങ്ങുന്നത് ലോങ്ങർ പീരീഡിലേക്ക് ആണെങ്കിൽ അത്തരം അസറ്റുകളാണ് ഫിക്സഡ് അസറ്റ്. ലോങ്ങർ പീരീഡ് എന്ന് പറയുന്നത് മോർ ദാൻ 12 months. ദേ ആർ മീൻഡ് ഫോർ ജനറേഷൻ ഓഫ് ഇൻകം ആൻഡ് നോട്ട് ഫോർ റീസെയിൽ. ഇവ വാങ്ങുന്നത് മെയിൻലി ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ബിസിനസ്സിൻ്റെ, അല്ലാതെ റീസെയിലിന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്നവയല്ല. ഫിക്സഡ് അസറ്റ്സിന് എക്സാമ്പിൾസ് പറഞ്ഞാൽ ലാൻഡ്, ബിൽഡിങ്, മെഷീനറി, ഗുഡ് വില്ല്, ട്രേഡ് മാർക്ക്, പേറ്റൻറ്റ്, ഇവയെല്ലാം ഫിക്സഡ് അസറ്റുകളാണ്. ഈ ഫിക്സഡ് അസറ്റിനെ എഗെയിൻ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ടാഞ്ചിബിൾ അസറ്റ് എന്നും ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നും. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ആ പേരിൽ തന്നെ ഉണ്ട് അതിൻ്റെ മീനിങ്. ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന, തൊട്ട് നോക്കാൻ പറ്റുന്ന അസറ്റുകളൊക്കെയാണ് ഏത്? ടാഞ്ചിബിൾ അസറ്റ്സ്. അസറ്റ്സ് ഹാവിങ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആർ കോൾഡ് ടാഞ്ചിബിൾ അസറ്റ്. ഇപ്പോൾ ലാൻഡ്, ബിൽഡിങ്, ഫർണിച്ചർ, മെഷീനറി, ഇവയ്ക്കെല്ലാം ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട് അല്ലേ. നമുക്ക് കാണാം, തൊട്ട് നോക്കാം. അങ്ങനെയുള്ള അസറ്റുകളെയാണ് നമ്മൾ ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. ഫിക്സഡ് അസറ്റിൻ്റെ അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റ്സ് ഹാവിങ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ്, ദാറ്റ് ഈസ് കനോട്ട് ടച്ച്ഡ് ആർ കോൾഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സിന് എക്സാമ്പിൾസ് ആണ് ഗുഡ് വില്ല്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, പേറ്റൻറ്റ് എന്നിവയൊക്കെ. അതായത് ഇവയെല്ലാം ഈ പറഞ്ഞ എക്സാമ്പിൾസിൽ പറഞ്ഞവയെല്ലാം ബിസിനസ്സിൻ്റെ അസറ്റുകളാണ്. പക്ഷെ നമുക്ക് അവയെ തൊട്ട് നോക്കാൻ നമുക്ക് ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. അങ്ങനെയുള്ള അസറ്റുകളെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അസറ്റിൻ്റെ സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. കറണ്ട് അസറ്റിനെ വിളിക്കുന്ന മറ്റു പേരുകളാണ് സർക്കുലേറ്റിംഗ് അസറ്റ്സ് എന്ന് വിളിക്കാം, അതുപോലെ ഫ്ലോട്ടിംഗ് അസറ്റ്സ് എന്ന് വിളിക്കാം. എല്ലാം കറണ്ട് അസറ്റ് തന്നെയാണ്. കറണ്ട് അസറ്റിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടി പറയാം. അസറ്റ്സ് വിച്ച് ആർ ഹെൽഡ് ഫോർ എ ഷോർട്ട് പീരീഡ് ആർ കോൾഡ്
current asset. These are assets acquired with the intention of converting them into cash or consuming them normal operating cycle of the business, normally within 1 year. അതായത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകളെയാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അസറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ 1 ഇയർ. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാഷ് ഓർ ക്യാഷ് ഈക്വലൻസ്. ക്യാഷ് നമ്മുടെ ബിസിനസ്സിൽ സ്ഥിരമായിരിക്കുമോ? ഇല്ല, അത് വന്നും പോയും കൊണ്ടിരിക്കും അല്ലേ. അതുപോലെ ബാങ്ക് ബാലൻസും അതുപോലെ തന്നെയാണ്. ഒരു വർഷത്തിനുള്ളിൽ സെയിം എമൗണ്ട് ആയിട്ട് തന്നെ ഇരിക്കുമോ? ഇല്ല, അത് വന്നും പോയും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഒരു എക്സാമ്പിൾ പറയുന്നത് അക്കൗണ്ട്സ് റെസീവബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ബിസിനസ്സിലേക്ക് നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് കിട്ടാനുള്ള എമൗണ്ടുകളാണ് അക്കൗണ്ട്സ് റെസീവബിൾസ്. നമ്മുടെ ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ളവരെ നമുക്കൊരു പേര് വിളിക്കും അല്ലേ. എന്താ പേര് വിളിക്കുക? അവരെ വിളിക്കുന്ന പേരാണ് ഡെറ്റേഴ്സ് എന്ന്. ഇതും ഒരു കറണ്ട് അസറ്റാണ്. നമുക്ക് ബിസിനസ്സിലേക്ക് അവർ തരാനുള്ള പൈസ ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടല്ല തരേണ്ടത്. നമുക്ക് ബിസിനസ്സിലേക്ക് പൈസ ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ കിട്ടേണ്ടതാണ്. ഇനി കറണ്ട് അസറ്റിന് വേറെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ബിസിനസ്സിലെ ഇൻവെൻറ്ററി, സ്റ്റോക്ക്, വർക്കിംഗ് പ്രോഗ്രസ്, ഇതെല്ലാം കറണ്ട് അസറ്റിന് എക്സാമ്പിളാണ്. അതായത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന അസറ്റുകളാണ് ആ ബിസിനസ്സിലെ കറണ്ട് അസറ്റുകൾ. ഇനി അസറ്റിൻ്റെ അടുത്ത ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. അടുത്ത ക്ലാസിഫിക്കേഷനാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്. അസറ്റ് വിച്ച് ഹാവ് നോ മെറ്റീരിയൽ ഫോം ആൻഡ് നോ റീസെയിൽ വാല്യൂ ആർ കോൾഡ് ഫിക്റ്റീഷ്യസ് അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റ് പോലെ തന്നെ ഈ അസറ്റുകളും മെറ്റീരിയൽ ഫോമിലുള്ളവയല്ല. ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവയ്ക്ക് റീസെയിൽ വാല്യൂ ഇല്ല എന്നുള്ളതാണ്. ഇൻടാഞ്ചിബിൾ അസറ്റുകൾ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ഫോമിലുള്ള അസറ്റുകളല്ല, നമുക്ക് കാണാനോ തൊട്ട് നോക്കാനോ ഒന്നും പറ്റാറില്ല. ബട്ട് അവയ്ക്ക് റീസെയിൽ വാല്യൂ ഉണ്ട് ഇൻടാഞ്ചിബിൾ അസറ്റിന്. എന്നാൽ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ അവയ്ക്ക് മെറ്റീരിയൽ ഫോമിലുള്ളവയുമല്ല, കൂടാതെ അവയ്ക്ക് റീസെയിൽ വാല്യൂയും കൂടെ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഗുഡ് വില്ല്, ട്രേഡ് മാർക്ക്, പേറ്റൻറ്റ്, കോപ്പിറൈറ്റ് ഇവയൊക്കെ ഇൻടാഞ്ചിബിൾ അസറ്റാണ്. എന്ന് വെച്ചാൽ അവയ്ക്കൊക്കെ റീസെയിൽ വാല്യൂ ഉണ്ട്. ഫിക്റ്റീഷ്യസ് അസറ്റിന് റീസെയിൽ വാല്യൂ ഇല്ല എന്നാണ് പറഞ്ഞു വന്നത്. മാത്രമല്ല ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഹാവ് നോ റിയൽ വാല്യൂ ബട്ട് ആർ ഷോൺ ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓൺലി ഫോർ ടെക്നിക്കൽ റീസൺസ്. അതായത് ഈ അസറ്റുകളുടെ വാല്യൂ എന്ന് പറയുന്നത് റിയൽ വാല്യൂ അല്ല, പക്ഷേ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഇവ കാണിക്കുന്നത് എന്തെങ്കിലും ടെക്നിക്കൽ പർപ്പസിന് വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. ഞാനൊരു എക്സാമ്പിൾ കൂടി പറയാം, അപ്പോൾ കുറച്ചുകൂടി ഇത് ക്ലിയർ ആവും. ഫിക്റ്റീഷ്യസ് അസറ്റിന് എക്സാമ്പിളാണ് പ്രിലിമിനറി എക്സ്പെൻസസ്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എക്സെട്ര. അപ്പോൾ ഈ പറഞ്ഞ എക്സ്പെൻസുകളൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ തുകയൊന്നും ആയിരിക്കില്ല, വലിയ തുകയായിരിക്കും. അത്രയും വലിയ തുക ഒറ്റയടിക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കയറ്റി ഡെബിറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? ബിസിനസ്സിൻ്റെ നേരെ ലോസിലേക്ക് പോകും. ഒരു ബിസിനസ്സിൻ്റെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ ആ ബിസിനസ്സിൻ്റെ നെറ്റ് റിസൾട്ട് ലോസ് ആണ് കാണിക്കുന്നതെങ്കിൽ ആ ബിസിനസ് തകർച്ചയിലാണെന്നാണ് കാണിക്കുന്നത് അല്ലേ. ഫിക്റ്റീഷ്യസ് അസറ്റ് എന്താണെന്ന് കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞ് ഒരു എക്സാമ്പിളിലൂടെ ഒന്ന് പറഞ്ഞുതരാം. അതായത് എൻ്റെ ഒരു ബിസിനസ്സിലേക്ക് വേണ്ടി ഞാനൊരു ഫേമസ് ആക്ടറെ കൊണ്ട് അല്ലെങ്കിൽ ആക്ട്രസിനെ കൊണ്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്തു. അഡ്വർടൈസ്മെൻറ്റിന് ഒരു 2 കോടി രൂപയായെന്ന് വിചാരിച്ചോട്ടെ. 4 വർഷത്തേക്കാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് എഗ്രിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 2 കോടി രൂപ ഞാൻ കൊടുത്തു, എൻ്റെ കയ്യിൽ നിന്ന് പോയി. എന്നാൽ ഈ 2 കോടി രൂപ ഞാൻ ഒറ്റയടിക്ക് എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കാണിച്ചാൽ എൻ്റെ ബിസിനസ്സിൽ അതുവരെ നിന്നിരുന്ന പ്രോഫിറ്റ് ബാലൻസ് ചിലപ്പോൾ നേരെ ലോസിലേക്ക് പോകും, ഒറ്റയടിക്ക് ഇത്രയും തുക എക്സ്പെൻസ് കയറുമ്പോൾ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഈ 2 കോടി രൂപയെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഫസ്റ്റ് ഇയറിൽ ഇത്ര, സെക്കൻഡ് ഇയറിൽ ഇത്ര, തേർഡ് ഇയറിൽ ഇത്ര, ഫോർത്ത് ഇയറിൽ ഇത്ര, അങ്ങനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഒറ്റയടിക്ക് 2 കോടി രൂപ എക്സ്പെൻസ് കാണിക്കുന്നതിന് പകരം ഒരു വർഷം ഫസ്റ്റ് ഇയറിൽ ഞാൻ എക്സ്പെൻസ് 50 ലക്ഷം കാണിക്കും. ബാക്കി 1.5 കോടി രൂപ നേരെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഫിക്റ്റീഷ്യസ് അസറ്റ്സിൻ്റെ ഹെഡിലാണ് കാണിക്കുന്നത്. അടുത്ത വർഷമാകുമ്പോൾ വീണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ അകത്ത് അടുത്ത വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് 50 ലക്ഷം കാണിക്കും. അപ്പോൾ ഫിക്റ്റീഷ്യസ് അസറ്റിൽ ബാക്കി 1 കോടിയാവും. അങ്ങനെ 4 വർഷം ആകുമ്പോഴത്തേക്കും 50 ലക്ഷം വെച്ച് സെറ്റ് ഓഫ് ചെയ്ത് അങ്ങനെ പോയിട്ട് ബാലൻസ് ഷീറ്റിൽ നിന്ന് ഫിക്റ്റീഷ്യസ് അസറ്റ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്.
പറഞ്ഞു വന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നല്ല പ്രോപ്പറായ രീതിയിൽ കിട്ടുന്നതിന് വേണ്ടി, അതായത് ടെക്നിക്കൽ പർപ്പസിന് വേണ്ടി നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ എഴുതുന്ന ഈ എമൗണ്ടുകളെയാണ് ഫിക്റ്റീഷ്യസ് അസറ്റുകൾ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവ ബിസിനസ്സിൻ്റെ അസറ്റ്സുകളല്ല, പക്ഷെ നമ്മൾ അസറ്റ്സുകളാക്കി എഴുതി ഓരോ വർഷവും സെറ്റ് ഓഫ് ചെയ്ത് ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രോപ്പറായ രീതിയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്ന ഒരു ഹെഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ അസറ്റ്സ് എന്താണെന്നും അസറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനും ഒക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയോ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുകയോ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.